ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും ഈശോയുടെ ഒരു ചോദ്യവുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കെസറിയ ഫിലിപ്പി ദേശത്ത് വെച്ചാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ഇവിടെ വെച്ചാണ് ശിമിയോനെ പത്രോസ് എന്ന് വിളിച്ചുകൊണ്ട് ഈശോ പറയുന്നു, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും എന്നൊക്കെ. 4 പ്രാവശ്യത്തോളം പേരുമാറ്റപ്പെട്ട പ്രദേശമായിരുന്നു കെസറിയ ഫിലിപ്പിയ പ്രദേശം. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചത്, മനുഷ്യപുത്രൻ ആരാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും മറ്റു ചിലർ ജെറമിയ എന്നും പറയുന്നു. സ്നാപക യോഹന്നാൻ്റെയും ഈശോയുടെയും ജനനത്തിനു മുമ്പ് തന്നെ ഇവരുടെ ജനനത്തെപ്പറ്റി പ്രവചനങ്ങളുണ്ടായിരുന്നു. മാനുഷികമായ ബുദ്ധിയിൽ ഈ 2 പിറവിയും അസാധ്യവുമായിരുന്നു. പഴയ നിയമത്തിൽ ഏലിയ മാത്രമാണ് മരിച്ച ആളെ ഉയർപ്പിച്ചത്. പിന്നീട് ഈശോ മാത്രമാണ് മരിച്ചവരെ ഉയർപ്പിച്ചത്. ജെറമിയ ജനിക്കുന്നതിന് മുമ്പ് വിശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ജനിക്കുന്നതിന് മുമ്പുള്ള പ്രവചനവും വിശുദ്ധീകരണവും ഈശോയിലും നടന്നിരുന്നു. ഈ സാമ്യതകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ 3 പേരിൽ ഒരാളാണ് ഈശോ എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം ഈശോ ചോദിക്കുന്നത്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാവർക്കും വേണ്ടി പൊടുന്നനെ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. ഈ ചോദ്യം ഇന്ന് നമ്മോടും ഈശോ ചോദിക്കുന്നു, ഞാൻ നിനക്ക് ആരാണ്? എന്നെയും ഈ ലോകത്തെയും രക്ഷിക്കാൻ വന്ന മിശിഹായാണ്, സർവശക്തനായ ദൈവമാണ് അവിടുന്ന് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. ക്രിസ്ത്യാനിറ്റിയും ക്രിസ്തു വിശ്വാസി ആയതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വവും വിശ്വാസവും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും ഈ ചോദ്യം ഉയരണം. എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്ന ചോദ്യത്തിൻ്റെ മുൻപിലാണ് നമ്മളെങ്കിൽ, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവിടുത്തെ പദ്ധതിയാണ് ഓരോ മണിക്കൂറിലും ഈ ലോകത്തിൽ നടക്കുന്നതെന്നും യേശു കർത്താവായ മിശിഹായാണെന്നും ഉള്ള ബോധ്യം നമുക്കുണ്ടാകണം. സർവാധിപനായ കർത്താവിൻ്റെ ദൈവത്വത്തെ പറ്റിയുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഈശോയുടെ ഈ ചോദ്യത്തിന് നമുക്ക് ഈ രീതിയിൽ പ്രത്യുത്തരിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടാം. നിങ്ങളെപ്പറ്റിയുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11 നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് നിലനിൽക്കാം. പത്രോസിനെ പോലെ നമ്മളും ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈശോ നമ്മെ നോക്കിയും പറയും, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. ഇത് സഭാപിതാക്കന്മാർ ഇന്നത്തെ വചനത്തിലൂടെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേദപാഠ ക്ലാസ്സുകളിൽ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചെറിയ കഥ ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുകയാണ്. ഒരിടത്ത് 2 ഇണക്കിളികളും അവരുടെ 2 മക്കൾക്കുരുവികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ 4 പേരും കൂടി ഏറെ നേരം പറന്നുയർന്നു. അവർ ക്ഷീണിച്ച് ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ ആ
ചില്ല ഒന്നിളകി മറിഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കിളികൾക്കും തള്ളക്കിളികൾക്കും മനസ്സിലായി കാറ്റ് വീശുന്നുണ്ട്. പെട്ടെന്ന് കുഞ്ഞിക്കിളികൾ തള്ളക്കിളികളോട് ചോദിച്ചു, വലിയ കാറ്റ് ഉണ്ടായാൽ നമ്മൾ ഈ ഇരിക്കുന്ന കൊമ്പ് ഒടിഞ്ഞ് നമ്മൾ താഴേക്ക് വീഴുകയും നമ്മൾ ചത്തുപോവുകയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ ഈ ഇണക്കുരുവികൾ പറഞ്ഞു, കാറ്റടിച്ചാൽ മരക്കൊമ്പൊടിഞ്ഞാൽ നമ്മൾ താഴേക്ക് വീഴുകയില്ല, മുകളിലേക്ക് പറന്നുയരുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ മരത്തെയോ മരച്ചില്ലയോ അല്ല, പറക്കാൻ ചിറകുകൾ തന്ന് നമ്മെ പറക്കാൻ പഠിപ്പിച്ച സർവശക്തനായ ദൈവത്തിലാണ്. ഇത് പറഞ്ഞ് തീരും മുൻപേ വലിയ കാറ്റടിച്ചു, മരക്കൊമ്പൊടിഞ്ഞു. 4 കിളികളും ഒരേപോലെ പറന്നുയർന്ന് ആകാശത്തിൻ്റെ വിരിമാറിലൂടെ പറന്നു നീങ്ങി. ശരവേഗത്തിൽ അവർ 4 പേരും പറന്നു നീങ്ങി. കാറ്റിൻ്റെ ശക്തിക്കൊത്ത് ഗതി മാറിയും ഉയർന്നും താണും വളഞ്ഞും പുളഞ്ഞും അവർ പറന്ന് മുന്നോട്ട് നീങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസവും ഇതായിരിക്കണം. തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട വിശ്വാസവും ഇതായിരിക്കണം. ഈ ലോകത്തിൻ്റെ ഏത് അവസ്ഥകൾ നമ്മെ വരിഞ്ഞു മുറുക്കിയാലും നമ്മുടെ ദൈവം സർവശക്തനാണെന്നും സർവാധിപനാണെന്നും അവൻ്റെ പദ്ധതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നും ഉള്ള വലിയ വിശ്വാസം നമ്മൾ പങ്കുവയ്ക്കണം, വിശ്വസിക്കണം. ഈ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർവാധിപനായ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം എന്ന ബോധ്യം നമുക്കും വേണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും താഴേക്ക് വീഴുകയല്ല, മുകളിലേക്ക് പറന്നു ഉയരുകയാണ് വേണ്ടതെന്നും നമ്മൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ക്രിസ്തുവിലാണെന്നും ഉള്ള പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത്